ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് 49 സങ്കീർത്തനം 7 വാക്യം വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. മനുഷ്യരുടെ ബന്ധങ്ങളിൽ ഏറ്റവും ശക്തിയേറിയതും മൂല്യമുള്ളതുമായ ബന്ധമേതാണ് എന്നുള്ള ചോദ്യത്തിന് ധാരാളം മറുപടി നമുക്ക് ലോകത്ത് നിന്ന് പഠിക്കാൻ കഴിയും. അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം ശ്രേഷ്ഠമാണ്. എന്നാൽ ഒരു പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു ചോദ്യമാണ്. അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം ഏറ്റവും ശ്രേഷ്ഠം തന്നെയാണ്. സ്നേഹിതന്മാർ തമ്മിലുള്ള ബന്ധം, കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമായ സ്നേഹമില്ല. ഇങ്ങനെ ലോകത്തിൽ അപ്പനും മക്കളും തമ്മിലും, മക്കളും അപ്പനും തമ്മിലും, സഹോദരങ്ങൾ തമ്മിലും, സ്നേഹിതന്മാർ തമ്മിലും ഇങ്ങനെ അനവധി സ്നേഹവും ബന്ധങ്ങൾ ഈ ലോകത്തിൽ നമുക്ക് അറിയാനും പഠിക്കാനും സാധിക്കും. എന്നാൽ ഒരു ചോദ്യം, ഇതിലേറ്റവും ശ്രേഷ്ഠമായതും മൂല്യമുള്ളതുമായ സ്നേഹം ഏതാണ്, ബന്ധം ഏതാണ്? ആ ചോദ്യത്തിന് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്ന ഒരു ബന്ധമാണ് സഹോദര ബന്ധം. ഈ സഹോദര ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കാനിടയായി തീർന്നത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. ഇതാണ് നാം വായിച്ചു കേട്ട വചനത്തിൻ്റെ ഭാഗം. നമ്മൾ ഈ ബന്ധത്തെക്കുറിച്ച് മൃഗങ്ങളിൽ നോക്കിയാൽ, മറ്റ് ജീവജന്തുക്കളിൽ നോക്കിയാൽ എല്ലാം ദൃഢമായ പല ബന്ധങ്ങളും നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരിലും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കാണാൻ കഴിയും. എന്നാൽ മനുഷ്യർക്ക് മറ്റ് മൃഗങ്ങളെക്കാൾ, മറ്റ് ജീവികളെക്കാൾ അധികമായിട്ടുള്ളതും ശ്രേഷ്ഠമായിട്ടുള്ളതുമായ ഒന്നാണ് അവൻ്റെ അകത്തെ മനുഷ്യനായ ദേഹി. ഈ ദേഹിക്ക് ആത്മാവെന്നും വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൃഗങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാഗം അവനിൽ ഉള്ളതാണ് അവൻ്റെ സ്നേഹത്തിന്, അല്ലെങ്കിൽ അവൻ്റെ ബന്ധങ്ങൾക്ക് മൂല്യത ഉണ്ടാകുവാൻ കാരണം. മറ്റ് ഒരു ഗോറില്ല, ഒരു ചിമ്പാൻസി ഇന്ന് വേണ്ട പല മൃഗങ്ങളും, കുട്ടികൾ, കരടി എന്നിവയുടെയൊക്കെയും ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്ത് തങ്ങളുടെ ജീവനെ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി അവരെന്തും ചെയ്യും.
ആ ബന്ധം വലുതാണ്. എന്നാൽ അവ അവരുടെ ആയുഷ്കാലം കഴിയുമ്പോഴേക്കും ചത്തുപൊടിയിലേക്ക് ചേരും. പിന്നെ അവയ്ക്ക് ജീവിതമില്ല. എന്നാൽ ഇതങ്ങനെയല്ല. മനുഷ്യർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ആയുഷ്കാലം കഴിഞ്ഞാൽ അവരുടെ ശരീരം മണ്ണിലേക്ക് മൃഗങ്ങളെപ്പോലെ ചേർന്നാലും ജീവൻ വേർപെട്ടാലും നിലനിൽക്കുന്ന ഒരു അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അവരിൽ നിന്ന് പുറത്തേക്ക് വരും. ഈ വ്യക്തിത്വമാണ് നമ്മൾ ദേഹി എന്ന് പറയുന്നത്. അപ്പം മരിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ബന്ധങ്ങൾ അവസാനിക്കുന്നു. മനുഷ്യർക്ക് മാത്രം ആ ബന്ധം അവസാനിക്കുന്നില്ല. ജീവകാലത്തുണ്ടായിരുന്ന സ്നേഹബന്ധം നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് മനുഷ്യരുടെ ബന്ധങ്ങൾക്കുള്ള പ്രത്യേകത. ഇനി മനുഷ്യർക്ക് ഈ ബന്ധങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബന്ധം ഏത് എന്നുള്ള ചോദ്യത്തിന് നാം പഠിക്കുന്നത് സംശയമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് മറ്റ് ജീവജാലങ്ങളെക്കാൾ കൂടുതലായി അവരിൽ എന്തുണ്ടോ, അവരിൽ എന്താണുള്ളത്, അതിനെ സംബന്ധിക്കുന്ന ബന്ധമാണ് അവരുടെ ബന്ധത്തിന് ആഴം കൂട്ടുന്നതും മൂല്യത ഉണ്ടാക്കുന്നതും. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സത്യം അനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ എന്ന് പറഞ്ഞാൽ ദേഹികളെ, വിവർത്തനത്തിൽ വന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായിട്ട് നിർമ്മലീകരിച്ചിരിക്കുന്നു. സത്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിലയേറിയ ഒരു സന്ദർഭമാണ്. അവൻ സത്യത്തെ കേൾക്കുക, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുക, സത്യമറിഞ്ഞ് സ്വതന്ത്രമായി തീരുക, സത്യമറിഞ്ഞ് ആത്മീക ജീവിതത്തിൽ ഓട്ടം തുടങ്ങുക, സത്യത്തെ ഉയർത്തുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, സത്യത്താൽ സാക്ഷ്യം പ്രാപിക്കുക, സത്യത്തിന് സാക്ഷി നിൽക്കുക എന്നിങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സത്യവുമായിട്ട് ബന്ധപ്പെട്ട പല ഘട്ടങ്ങളുമുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് സത്യം കേൾക്കുക എന്നുള്ളത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ചെറിയ കാര്യമോ നിസ്സാരമായ ഒരു കാര്യമോ അല്ല ഈ ലോകത്ത് സത്യം പറയുക, സത്യം വെളിപ്പെടുത്തുക, സത്യം വിശ്വസിക്കുക, സത്യം അനുസരിക്കുക എന്നുള്ളതെല്ലാം പറഞ്ഞാൽ നമ്മളങ്ങനെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമൊന്നുമല്ല. അത് ശുശ്രൂഷയാൽ മാത്രമേ അത് സാധിക്കൂ. ഈ സത്യത്തെ അറിയിച്ചാൽ മാത്രം പോരല്ലോ. സത്യത്തെ ഈ ലോകത്തിൽ അറിയിക്കുമ്പോൾ ലോകം മുഴുവനും ഭോഷ്കിൽ മുങ്ങിക്കിടക്കുകയാണ്. കാരണം മുഴു ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ആര്? ദുഷ്ടൻ. സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ആ ദുഷ്ടൻ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു. സത്യം അവനിൽ ഇല്ല. കാരണം അവൻ്റെ വ്യക്തിത്വം
സാഹസത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും ഉളവായി വന്നിട്ടുള്ളതാണ്. ഇരുട്ട്, സാഹസം, ഭോഷ്ക് അല്ലെങ്കിൽ അസത്യം എന്നിവയാലാണ് ഈ ലോകത്തെ അവൻ കീഴ്പ്പെടുത്തിയതും തൻ്റേതാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഉള്ള എല്ലാവരും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു, അവൻ്റെ കീഴിലാണ്. അവൻ്റെ ആത്മാവാണ് അനുസരണക്കേടിൻ്റെ ആത്മാവ്. അത് എല്ലാവരിലും വ്യാപരിക്കാൻ അവനെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അവൻ പറയുന്ന ആ ഭോഷ്ക് സകല ഹൃദയങ്ങളിലും എത്തിക്കാൻ അവനെപ്പോഴും ഈ ലോകത്തിൽ പ്രത്യേക ശ്രദ്ധ വച്ചിട്ടുണ്ട്. അവൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധയോടുകൂടിയ ഒരു കാര്യമാണ് ഇവിടെ സത്യം ആരെങ്കിലും പറയുന്നുണ്ടോ, സത്യം വെളിപ്പെടുന്നുണ്ടോ, സത്യം അനുസരിക്കുന്നുണ്ടോ, ആരെങ്കിലും സത്യം കേട്ട് സ്വീകരിക്കുന്നുണ്ടോ, ആരെങ്കിലും സത്യത്തിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം സശ്രദ്ധ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 94-ാമത്തെ സങ്കീർത്തനം പറയുന്നത്, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാകുമോ? നിയമത്തിന് വിരോധമായി. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ഉള്ള ജീവിതവും ദൈവത്തോട് എടുക്കുന്ന ഉടമ്പടിയുമാണ്. ആരെങ്കിലും ദൈവത്തോടൊരു നിയമം ചെയ്താൽ അത് അപ്പോൾ തന്നെ ദുഷ്ടനെ അറിയിക്കും. അവൻ്റെ പ്രജകൾ ഈ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. അവിടെ ചെന്ന് അറിയിക്കും. ഒരാൾ ഇങ്ങനെ നിയമത്തിൽ കൂടി മുമ്പോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഒരാൾ തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ അടുക്കൽ വിഷയമെത്തും. അവൻ ദൈവവുമായിട്ട് നിയമം ചെയ്തിട്ടുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞ പോലെ, അബ്രഹാമേ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ ചെന്നു. ദൈവത്തിന് സിംഹാസനമുള്ളതുപോലെ ദുഷ്ടന് ഒരു സിംഹാസനമുണ്ട്. ഈ സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നിടത്ത് ചെന്നു. എന്താണ്? ഭൂമിയിൽ അബ്രഹാം ദൈവവുമായിട്ടൊരു നിയമം ചെയ്തിരിക്കുന്നു. അവിടെ പൗലോസിന് സത്യം വെളിപ്പെട്ടിരിക്കുന്നു. പൗലോസ് സത്യത്തെ സ്വീകരിച്ചു. ദാനിയേൽ എന്ന് പറയുന്ന ഒരുവൻ തന്നെ തന്നെ മലിനനാക്കാതെ വിഗ്രഹാർപ്പിതമോ രാജാവിൻ്റെ രാജഭോജനമോ വീഞ്ഞോ ഭക്ഷിക്കുകയില്ല എന്ന് ഒരു നിയമം ചെയ്തിരിക്കുന്നു. വാർത്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വാർത്താ ഏജൻസികളുടെ കാര്യം പഠിക്കുന്ന പോലെ മനോരമ, മാതൃഭൂമി, BBC, റോയിട്ടർ, ഇങ്ങനെയുള്ള അനവധി വാർത്താ ഏജൻസികളുണ്ട്. ഇവർക്കൊക്കെയും ഈ ലോകത്തിൽ അധിക രാജ്യങ്ങളിലും റിപ്പോർട്ട് പറയുന്ന അവരുടെ ജോലിക്കാരുമുണ്ട്. എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴപ്പോൾ വാർത്തയായിട്ട് ഇവരുടെ കേന്ദ്രത്തിൽ വന്നുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് ഭൂമി മുഴുവനും സകല മനുഷ്യരിലും, മനുഷ്യരോട് കൂടെയും ഭവനത്തോടു കൂടെയും ദേശത്തോടു കൂടെയും രാജ്യത്തോടു കൂടെയും ദുഷ്ടൻ്റെ ഏജൻസികളുണ്ട്, പ്രജകളുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോൾ അവിടെ അറിയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് യേശു ചിലരെ സുവിശേഷവുമായി അനുഗ്രഹിച്ച് അയക്കുമ്പോൾ അവർ എല്ലായിടത്തും ചെന്നു
സന്തോഷത്തോടെ തിരിച്ചു വന്നു. എന്താണ് അവരുടെ സന്തോഷം? കർത്താവെ, ഞങ്ങൾ പോയ ഇടങ്ങളിലെല്ലാം ദൈവം ഞങ്ങൾക്ക് ജയം തന്നു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ബലഹീനർ ബലം പ്രാപിക്കുന്നു, ജനം മാനസാന്തരപ്പെടുന്നു. ഇങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കയാൽ സന്തോഷിപ്പിക്കും. ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടോ? അതിലേ നിങ്ങൾ സന്തോഷിക്കാവുള്ളൂ. മറ്റുള്ളതെല്ലാം മാറിപ്പോകും. ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയത് കൊണ്ടാണ് സന്തോഷിക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം അതോടുകൂടി കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ശിഷ്യന്മാരാരും കണ്ടില്ല. കാരണം ഇത്രയും പേരെ സുവിശേഷം അറിയിപ്പാൻ, സത്യം അറിയിപ്പാൻ യേശു ശുശ്രൂഷ കൊടുത്ത് ഏൽപ്പിച്ച് അയച്ച വിവരം ദുഷ്ടൻ്റെ സിംഹാസനത്തിലെത്തി. അവൻ്റെ പ്രജകൾ അവിടെ ചെന്ന് പറഞ്ഞു, സത്യം അറിയിക്കുന്നു, അനേകർ ഭൂതങ്ങളെ വിട്ട് മാറുന്നു, അനേകർ ഭൂതങ്ങളെ വിട്ട് ഒഴിയുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ വിവരം അറിഞ്ഞപ്പോൾ സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടുവെന്ന് യേശു പറയും. ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. സത്യം ഈ ലോകത്തിൽ ആരെങ്കിലും അറിയുന്നുണ്ടോ? ആരെങ്കിലും ദൈവവുമായിട്ട് നിയമം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ തന്നെ ആ വിവരം ദുഷ്ടൻ്റെ സിംഹാസനത്തിലെത്തും. അവിടെ നിന്ന് അവൻ തൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിലേക്ക് അയക്കുന്നതാണ് കഷ്ടത. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം നിർമ്മിക്കുകയാണ്. അവൻ എന്ത് ചെയ്തു? അവൻ ദൈവവുമായിട്ടൊരു നിയമം ചെയ്തു, വിടരുത്. മൊർദെഖായി ഒരു നിയമത്തിൽ നിൽക്കുകയാണ്. എന്താണ് അവൻ്റെ നിയമം? അവൻ പറയുകയാണ്, ഞാൻ യഹൂദനാണ്, മനുഷ്യരെ കുമ്പിടുകയില്ലെന്ന്. ഉടനെ തന്നെ ആ വാർത്ത ദുഷ്ടസിംഹാസനത്തിലെത്തി. അവിടെ മൊർദെഖായി എന്ന് പറയുന്ന ഒരുത്തൻ പ്രശ്നം ഉണ്ടാക്കുക. എന്താ പ്രശ്നം? അവൻ യഹൂദനാണെന്ന്. അവൻ യഹൂദനാണ്, മനുഷ്യരെ കുമ്പിടുകയില്ലെന്ന്. ഉടനെ തന്നെ ആലോചനയായി, എങ്ങനെ ഇവനെ കഷ്ടപ്പെടുത്താം, എങ്ങനെ ഇവനെ കണ്ണീര് കുടിപ്പിക്കാം, എങ്ങനെ ഇവൻ്റെ വ്രതം ഒന്ന് മാറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ആ രാജ്യത്ത് വന്ന് പാർക്കുന്ന സകല യഹൂദന്മാരെയും സ്വാധീനിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിൽ അവരെ ജാതികളെ പോലെ ആക്കി തീർക്കുവാൻ അവരുടെ ഉത്സവങ്ങളിലും അവരുടെ വഴിപാടുകളിലും എല്ലാം ഉൾക്കൊള്ളിച്ച് രാജാവിനെയും അവരുടെ വിഗ്രഹങ്ങളെയും നമസ്കരിപ്പിച്ച് മറ്റ് ജാതികളെ പോലെ ആക്കി തീർക്കുവാൻ ശത്രു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്ക് ഇവരെ ഇതാ ഭംഗം വന്നിരിക്കുകയാണ്. ഒരുത്തൻ പറയുന്നു, ഞാൻ യഹൂദനെന്ന്. പ്രമാണമനുസരിച്ച് യഹൂദന് മനുഷ്യനെ കുമ്പിടാൻ പാടില്ല, യഹോവയെ മാത്രമേ കുമ്പിടാവുള്ളൂ. വെറുതെ വിടരുത്, വെറുതെ വിടാൻ പാടില്ല. കഷ്ടതയാ നിർമ്മിച്ചു. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഒരു കഷ്ടത നിർമ്മിച്ചു. എന്താണ് കഷ്ടത? അവിടെ അവൻ്റെ ഒരാളുണ്ട്. അവിടെ അവൻ്റെ ഒരു കക്ഷിയുണ്ട്. പേര് നയമാൻ എന്നാ. നയമാനില്ല, ഹാമാൻ. ഹാമാൻ എന്ന് പറയുന്ന കക്ഷിയുണ്ട്. അവനെ എഴുന്നേൽപ്പിക്കണം, അവനെ ഉപയോഗിക്കാം. അവനെ എഴുന്നേൽപ്പിച്ചു. മൊർദെഖായി ഹാമാന് കുമ്പിട്ടില്ല. മൊർദെഖായിയെ മാത്രമല്ല, സകല യഹൂദന്മാരെയും നശിപ്പിക്കാനായിട്ട്
കൊന്നുമുടിച്ച് അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കാനായിട്ട് ഒരു പ്ലാൻ ദുഷ്ടസിംഹാസനം ചെയ്തു. അത് നേരെ ഹാമാൻ്റെ അടുക്കിലേക്ക് വന്നു. ഹാമാൻ അതിനു വേണ്ടി തയ്യാറെടുത്തു. അങ്ങനെ ഒരുങ്ങി. ഇതുപോലെയാണ് സകല ഇടങ്ങളിലും. ദൂര സമഭൂമിയിൽ 80 മുഴം ഉയരമുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കി നിർത്തിയിരിക്കുക രാജാവ്. എല്ലാവരും അതിനെ നമസ്കരിക്കണമെന്നും അതിനെ ആരാധിക്കണമെന്നുള്ള കൽപ്പന വന്നിരിക്കുക. ചെയ്യാത്തവനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയുമെന്ന് കൽപ്പനയാണ്. എന്തിനാ കൽപ്പന? നമ്മൾ അന്നത്തെ സാഹചര്യം പഠിച്ചാൽ ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകത, ചില ബാലന്മാർ അവർ ആ രാജ്യത്ത് രാജധാനിയിൽ അവരുടെ കാര്യം നോക്കി വിശ്വസ്തയോടെ രാജാവിൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ്. അവിടെ ആരാണ് രാജാവിന് ശത്രുതയായിട്ടുള്ളത്? നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരാക്രമശാലിയാണ്. യഥാർത്ഥത്തിൽ അന്ന് ഭൂമിയിൽ നെബൂഖദ്നേസറിനേക്കാൾ വലിയൊരു രാജാവില്ല. അനേക നാട്ടുരാജാക്കന്മാർ ഇവൻ്റെ കീഴിലുണ്ട്. നെബൂഖദ്നേസർ രാജാവെന്ന് കേട്ട് കഴിഞ്ഞാൽ ദേശം നടുങ്ങും. അത് ലോകത്തിൽ മൊത്തം ഉള്ള കാര്യമാണ്. ഒരു രാജാവും അവൻ്റെ നേരെ എഴുന്നേൽക്കാൻ ധൈര്യപ്പെടില്ല, വിറയ്ക്കും. ആ രാജ്യത്ത്, അവൻ്റെ മൂക്കിന് കീഴെന്ന് പറയുന്ന പോലെ അവൻ്റെ രാജധാനിക്കടുത്ത് ഒരു വിഗ്രഹത്തെ നിർത്തി ആരാധിക്കാൻ, നമ്മളെല്ലാവരും അതിനെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ ആര് ധിക്കരിക്കും? ആര് ധിക്കരിക്കാനുണ്ട്? ആരും ധിക്കരിക്കാനില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആരെങ്കിലും നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയുമെന്നൊരു വിഷയം അവിടെ വന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കാര്യമില്ലാത്ത കാര്യം. നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരും രാജാവിനെ ചീത്ത പറയാൻ പാടില്ല എന്നൊരു കൽപ്പന പുറപ്പെടുവിക്കേണ്ട കാര്യം എന്താ? നാളെയല്ല, എന്നെങ്കിലും രാജാവിനെ ആരെങ്കിലും ദുഷിച്ചു കഴിഞ്ഞാൽ അവനെ വെച്ചേക്കില്ല. പിന്നെ എന്തിന് ഇങ്ങനെയൊരു കൽപ്പന വന്നു? ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയായിരിക്കണം. അവിടെ ഈ ബാലന്മാർ നിയമം ചെയ്തവരാണ്. രാജാവ് ഭക്ഷിക്കുന്ന ഭക്ഷണ പാനീയങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ മലിനമാക്കാതെ ദൈവത്തോടുള്ള ഭക്തിയിലും വിശ്വസ്തയിലും ജീവിക്കുന്നവരാണ് അവർ. അവർക്ക് മറ്റുള്ളവരുടെ പ്രമാണം ബാധകമല്ല. അവർ ദൈവത്തോടുള്ള ഭക്തിയിൽ ജീവിക്കുന്നത് കൊണ്ട് ദൈവം അവരോട് കൂടെ ഉണ്ട്. അങ്ങനെ ദൈവം അവരെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോവുക. ഇങ്ങനെ ദൈവമായിട്ട് നിയമം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അറിയിപ്പ് ചെന്നു, ദുഷ്ടസിംഹാസനത്തിൽ അറിയിപ്പ് ചെന്നു. എന്താണ്? അവിടെ 3 ബാലന്മാർ, പിള്ളേരാണ്, മഹാശല്യ. എന്തു പറ്റി? അവർ ഒന്നാമത്തെ തന്നെ വീഞ്ഞു കുടിക്കില്ല, രാജാവിൻ്റെ വീഞ്ഞു കുടിക്കില്ല, അവൻ്റെ ഭക്ഷണം കഴിക്കില്ല, വിഗ്രഹത്തെ നമസ്കരിക്കില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറി പച്ചവെള്ളവും പരിപ്പ് വേവിച്ചതും, വേറെ ഒരു സാധനവും കഴിക്കില്ല. അങ്ങനെ അവർ ജീവിക്കുന്നു. ശാഖപദാർത്ഥമാണ് അവരുടെ ആഹാരം, പച്ചവെള്ളമാണ് അവരുടെ പാനീയം. ഇതെല്ലാം ചെയ്താലും അവർ ഇരിക്കുന്ന കാണണം. എന്നാ ഇതെല്ലാം വലിച്ചു വാരി കഴിക്കുന്ന മനുഷ്യരെക്കാൾ മാംസപുഷ്ടിയും മുഖചൈതന്യവും കാണുമ്പോഴുള്ള പ്രകാശവും എല്ലാമായിട്ട് അവർ അത്രമാത്രം ശ്രേഷ്ഠന്മാരായിട്ട് വന്നിരിക്കുക. ഇതിങ്ങനെ പോയാൽ എന്തായിത്തീരും എനിക്കറിയില്ല. ഓരോ ശത്രു ചെന്ന് പറയുന്ന
ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതെന്തായിത്തീരും? അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ലെന്ന് ഹാമാൻ പറഞ്ഞതുപോലെ ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ല എങ്കിൽ പ്രശ്നങ്ങളാണ്. കേട്ട ഉടനെ തന്നെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ദുഷ്ടസിംഹാസനം ഒരു കഷ്ടതയെ നിർമ്മിച്ചു. ഈ നിർമ്മിച്ചതാണ് ഇവരിൽ കൂടി നടപ്പായത്. 80 മുഴം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ചില്ലാൻ അടിയാണ്. 100 അടിയിൽ കൂടുതൽ വരുന്ന ഒരു ഉയരമുള്ള ഒരു വിഗ്രഹമാണ്. ആ വിഗ്രഹം നാട്ടി ഇതിനെ ആരെങ്കിലും നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചുളയിലിട്ട് കളയും. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ചക്രവർത്തിയാണെന്ന് ഓർക്കണം. ആ വാക്കിന് അവിടെ പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. എന്തായിരുന്നാലും കൽപ്പന വന്നു. വീണ, തമ്പുരു, വാദ്യമേളങ്ങളെല്ലാം ഉച്ചത്തിൽ മുഴങ്ങി. എല്ലാവരും വീണ് ഈ വിഗ്രഹത്തിൻ്റെ മുമ്പാകെ നമസ്കരിച്ചു, രാജാവ് അടക്കം. പക്ഷെ ഇവരിൽ ചിലരെ, ഈ 3 പേരെ നോട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന ഈ ബാലന്മാരെ നോക്കിക്കൊണ്ടിരുന്നു. നോക്കാൻ ആളുണ്ടായിരുന്നു. ദുഷ്ടസിംഹാസനം അതിന് ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കിയപ്പോൾ അവർ കുമ്പിടുന്നില്ല. അവിടെ ചെന്നു. ഉടനെ തന്നെ വാർത്ത രാജാവിൻ്റെ അടുക്കൽ ചെന്നു. അവര് ഈ യഹൂദ ബാലന്മാരുണ്ടല്ലോ, അവർ കുമ്പിടുന്നില്ല. അവർ വിഗ്രഹത്തെ വീണ് നമസ്കരിക്കുന്നില്ലെന്നല്ല, അവർ രാജാവിൻ്റെ ഈ ബിംബത്തെ വീണ് നമസ്കരിക്കുന്നില്ല. രാജാവിനൊന്ന് കൊത്തുകൊള്ളണ്ടേ? രാജാവിനൊരു വാശി കയറണ്ടേ? കേട്ട ഉടനെ രാജാവ് വിളിക്കാൻ പറഞ്ഞവരെ അവർ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, നിങ്ങൾ ഇവിടെ ഞാൻ ഒരു വിഗ്രഹത്തെ ഇവിടെ ദൂര സമഭൂമിയിൽ നിർത്തി. അതിന് മുമ്പിൽ എല്ലാവരും കാഹളം, കുഴൽ, തമ്പുരു, വീണ മുതലായ വാദ്യമേളങ്ങളെല്ലാം ധ്വനിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ വീണ് നമസ്കരിക്കണമെന്നൊരു കൽപ്പന ഞാൻ പുറപ്പെടുവിച്ചായിരുന്നു. നിങ്ങളും കേട്ട് കാണും. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നു നിങ്ങൾ മാത്രം നമസ്കരിച്ചില്ല എന്ന്. ശരിയാണോ? അതെന്തോ ആവട്ടെ, ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും അല്ല കിടക്കുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ വീണ്ടും കാഹളം, കുഴൽ, തമ്പുരു, വീണ മുതലായിട്ടുള്ള വാദ്യമേളങ്ങളെല്ലാം ഒന്നോടെ ധ്വനിക്കാൻ പോവാം. ഈ ധ്വനിക്കുന്ന സമയത്ത് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതൊന്നും നോക്കണമെന്നില്ല. ഇപ്പോൾ ഈ ധ്വനിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ മുൻപാകെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. എല്ലാം ഭംഗി, ശുഭം. ഇതിന് ഇതുവരെ ഒന്നുമില്ല, അതൊന്നും സാരമില്ല, അതൊക്കെ പൊട്ടുപോക്കോട്ടെ. ഇത് നമസ്കരിക്കുന്നതോടുകൂടി എല്ലാം തീരുക. ബാലന്മാർ പറഞ്ഞു, ഇതിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. ദൈവത്തിന് ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയുമെങ്കിൽ വിടിയിക്കും. ഇനിയിപ്പോൾ വിടുവിച്ചില്ലെങ്കിലും ഇതിനെ നമസ്കരിക്കുന്ന ഒരനുഭവം ഞങ്ങൾക്കുണ്ടാവില്ല, ഞങ്ങളത് ചെയ്യില്ല. മുഖഭാവം മാറി എരിയുന്ന തീച്ചുളയിലേക്ക് ഇട്ടു. ദുഷ്ടസിംഹാസനം നിർമ്മിച്ചെന്ന നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാകുമോ? ദുഷ്ടസിംഹാസനം
തീരുമാനിച്ച നിർമ്മിച്ച കഷ്ടത ഇന്ന് ദൈവത്തിൻ്റെ ബാലന്മാരെ ബാധിച്ചത് അവരെ കൊണ്ടുപോയി എരിയുന്ന തീച്ചുളയിലിടാൻ കൽപ്പിച്ചു. രാജാവിൻ്റെ മുഖഭാവം മാറി. രാജകൽപ്പന കർശനമായിരുന്നു. രാജാവിനെ കണ്ടവർ പേടിച്ചു പോകും. അത്രമാത്രം കോപമാണ്. രാജാവിൻ്റെ കോപം മരണത്തെ വിളിച്ചു വരുത്തുന്നതാണ്. രാജകോപത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ കഴിയുന്നവനില്ല. അത്രമാത്രം ഭയങ്കരമായ കോപമാണ്. കൊണ്ടുപോയി തീച്ചുളയിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞ് അവരെ കൂട്ടി എടുത്തുകൊണ്ടുപോയി തൻ്റെ സൈന്യത്തിലെ ബലവാന്മാരായ ചിലരെ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു. കൊണ്ടുപോയി ഇടാൻ പറഞ്ഞപ്പോൾ ആ ചൂളയുടെ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് ഈ എടുത്തുകൊണ്ട് പോയവർ ശദ്രക്കിനെയും മേശക്കിനെയും അബേദനെയും ബന്ധിച്ച് എടുത്തുകൊണ്ട് പോയവർ തീയിൽ വെന്ത് പോയി. ആ തീ കാണുമ്പോൾ ഏത് മനുഷ്യനും തീയും ചൂടും കാണുമ്പോൾ ഒന്നും മാറണ്ടേ? ഇത് മാറിയില്ല. കാരണം രാജകൽപ്പന, രാജാവിൻ്റെ മുഖഭാവം, രാജാവിൻ്റെ സ്വരം, ഇതൊക്കെ കണ്ട് ജനം പേടിച്ച് വിറച്ചിരിക്കുക. എന്താ അടുത്ത കൽപ്പന വരുന്നതെന്നറിയില്ല. രാജകോപം മരണത്തെ വിളിച്ചു വരുത്തുന്നു എന്നുള്ള പ്രമാണം, ജാതീയ ആ പ്രമാണത്തിൽ ജനം വിറച്ചിരിക്കുക. ദുഷ്ടസിംഹാസനം നിർമ്മിച്ച ആ കഷ്ടത ബാലന്മാരെ കൊണ്ടുപോയി ആ തീച്ചുളയിലേക്ക് ഇട്ടു. സിംഹാസനം അതല്ല. സിംഹാസനത്തിന് മറ്റൊരു സിംഹാസനവും കൂടി ഉണ്ട്. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. യഹോവയായ ദൈവം തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്ന സ്വർഗത്തിലിരിക്കുന്ന ദൈവം തൻ്റെ സിംഹാസനത്തിൽ കൊണ്ട് അവനും അറിഞ്ഞുകൊണ്ടിരിക്കുക ഈ കാര്യങ്ങൾ മുഴുവനും. ഭൂമിയിൽ നടക്കുന്ന, കൊട്ടാരത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും ദുഷ്ടസിംഹാസനം അറിയുന്നത് പോലെ ദൈവിക സിംഹാസനവും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ദുഷ്ടനിവിടെ നിന്ന് കഷ്ടത നിർമ്മിച്ച് വിട്ടു. ആ കഷ്ടത തീച്ചൂളയിലേക്ക് ഇടുന്ന വിധിയായി വന്നു. തീച്ചൂളയിലേക്ക് കൊണ്ടുപോയി ഇട്ടു. ചോദ്യമാണ്, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് ദൈവമേ നിന്നോട് സഖ്യതയുണ്ടാകുമോ? അതായത് ഇവൻ കഷ്ടത നിർമ്മിക്കുമ്പോൾ ശരി, അങ്ങനെ ആവട്ടെ, ആ 3 പിള്ളേർ അങ്ങ് പൊക്കോട്ടെ എന്ന് ദൈവമേ നീയും കൂടെ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ആ ദുഷ്ടസിംഹാസനത്തിന് സഖ്യത ഉണ്ടാകുകയില്ല. അങ്ങനെ ദുഷ്ടസിംഹാസനത്തോട് സഖ്യത ചെയ്യുന്നവനല്ല ദൈവം. ദുഷ്ടസിംഹാസനം ഏതെല്ലാം നിയമത്തിന് വിരോധമായിട്ട് കഷ്ടത നിർമ്മിക്കുന്നുണ്ടോ, ആ നിർമ്മിക്കുന്ന സകല കഷ്ടതകളും എങ്ങനെ തൻ്റെ ഭക്തന്മാരെ അതിജീവിപ്പിക്കണം എന്ന് ചിന്തിച്ച് കൽപ്പന പുറപ്പെടുവിക്കുന്നവനാണ് ദൈവം. അവിടെ നിന്ന് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു ദൂതന്മാരോട്. അവിടെ ഇറങ്ങണം, നിങ്ങൾ ചെന്നാൽ പോരാ, 3 പേരെ അവിടെ തീയിലേക്ക് ഇടും. തീ അവരെ തൊടുകയില്ല. കാരണം വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തുന്നവരാണ്. തീയുടെ ബലത്തെ കെടുത്തുന്ന വിശ്വാസമുള്ളവരാണ് അവർ. ഒരാൾ തീയിലേക്ക് ഇറങ്ങണം, അവരോടൊപ്പം അവരെ വിടുവിപ്പാൻ, അവരുടെ ബന്ധനം അഴിക്കണം.
നീതിയുടെ സിംഹാസനം പുറപ്പെടുവിച്ച കൽപ്പന എന്ത്? ദുഷ്ടസിംഹാസനം കൽപ്പിച്ച കൽപ്പന എന്ത്? നിയമം ചെയ്തവൻ എവിടെ? നിയമത്തിന് വിരോധമായി കൽപ്പന പുറപ്പെടുവിച്ചവൻ എവിടെ? ദുഷ്ടസിംഹാസനം കൽപ്പിച്ച കൽപ്പന അഴിച്ചവൻ എവിടെ? തീയുടെ നടുവിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, നാലാമത്തവൻ്റെ പേര് അവൻ പറയുന്നു, ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു, ഒരു ദൂതനെ പോലെ ഇരിക്കുന്നു. അതാണ് ദൈവപ്രവൃത്തി. ഈ ലോകത്തിൽ ആര് സത്യത്തിലേക്ക് തിരിഞ്ഞാലും, ആര് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തീരുമാനിച്ചാലും, അപ്പോൾ തന്നെ ആ വിവരം, അപ്പോൾ തന്നെ അറിയുന്ന സിംഹാസനത്തിലിരിക്കുന്നവൻ ഉണ്ട്. അവൻ ദുഷ്ടനാണ്. അവൻ്റെ കീഴിലാണ് സകല ലോകവും. ആ ലോകത്തിൽ ജീവിക്കുന്നവരാണ് സകല മനുഷ്യരും. ഈ ലോകത്തിൽ അവൻ ഭോഷ്ക് പറയുന്നവനും മനുഷ്യ സമൂഹത്തിൽ ഭോഷ്ക് പറയുന്നവരുടെ അപ്പനുമായിട്ട് ലോകത്തിൽ അവൻ ആധിപത്യം പുലർത്തിയിരിക്കുകയാണ്. ഭോഷ്ക് വായിലില്ലാത്ത എത്ര പേരുണ്ട്? ഒന്ന് യേശുവുണ്ട്, പിന്നെ ഒരു കൂട്ടമുണ്ട് സഭ. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിക്കും അവൻ സത്യം പറയുള്ളൂ, നല്ല മനുഷ്യൻ. അവൻ എന്ത് നല്ല മനുഷ്യനാണെന്നറിയോ? ഒരു നുണയൊന്നും പറയില്ല. അവസരം പറയണം. ഈ സംസാരിക്കുന്ന ഞാനടക്കം സകല മനുഷ്യരും അവസരം വരണം. വായിൽ ഭോഷ്കുണ്ടോയെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഭോഷ്കും കളങ്കവും ഇല്ലാത്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ പട്ടികയിലുണ്ട്. അത് ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട് ആ പേര്. കാരണം ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നവൻ ഭോഷ്ക് പറയുന്നവൻ്റെ അപ്പനാണ്. അവൻ്റെ പ്രജകളാണ് ഈ ലോകം മുഴുവൻ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. അവൻ ഭോഷ്ക് പറയുന്നവനാണ്. അവനിൽ സത്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലും സത്യം പറയുന്നുണ്ടെങ്കിൽ, ആ സത്യത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അതിനെ ഇല്ലാതാക്കാൻ സകല പ്രവൃത്തികളും അവൻ ചെയ്യും. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ഈ ലോകം ഭോഷ്കിൽ അടിസ്ഥാനപ്പെട്ട്, അതായത് കയറിനെ പാമ്പായി തെറ്റിദ്ധരിച്ചു എന്ന് പഠിക്കുന്നത് പോലെ, അത് ജാതികളുടെ ഇടയിലുള്ള ഒരു ചൊല്ലാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് അതെടുത്ത് ഇവിടെ പറയുന്നതല്ല, അത് ജാതികൾക്കും കൂടി മനസ്സിലാകുന്ന ഒരു ഭാഗമാണ്. കയറ് കിടക്കുന്നത് കണ്ടത് പാമ്പിനായിട്ട് തെറ്റിദ്ധരിച്ചതുപോലെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ തെറ്റായിട്ട് ധരിച്ചുകൊണ്ട് സത്യദൈവം ആരെന്നറിയാതെ ഇരുട്ടിൽ ജീവിക്കുന്ന അവസ്ഥയാണ് മാനവരാശിക്കുള്ളത്. ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്ന് പറയുന്നത് അതാണ്. ഒരിക്കലും ഈ സത്യസുവിശേഷം പറയാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, ഗ്രഹിക്കാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല, അനുസരിക്കാൻ പാടില്ല. കാരണം ഒരു
പടി വെച്ച് കഴിഞ്ഞാൽ അവൻ കയറി കയറി അങ്ങ് പോവും. എവിടെ വരെ പോകും? എവിടം വരെ പോകും? ഇതിനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ, ഈ സ്റ്റെപ്പ് കയറി പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇവൻ എവിടം വരെ എത്തും? സത്യം പറയുന്നു, സത്യം കേൾക്കുന്നു, സത്യം വിശ്വസിക്കുന്നു, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുന്നു, സത്യത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുന്നു. ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ എന്തിനു പോകുന്നറിയോ? ഈ ഓരോ സ്റ്റെപ്പിലും സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു എന്ന തലയോളം അവൻ വളരും. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൻ, വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാള് പുറപ്പെടുന്ന ആ ക്രിസ്തു എന്ന തലയോളം വളരാനിടയായിത്തീരും. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യം പോലെയല്ല സത്യത്തെക്കുറിച്ചുള്ള സാത്താൻ്റെ ധാരണ, ചിന്ത. എപ്പോഴും ഉള്ള അവൻ്റെ ലക്ഷ്യം ഇതൊന്നു മാത്രമാണ്: ദൈവമല്ലാത്തവയ്ക്ക് മനുഷ്യൻ അടിമപ്പെട്ടിരിക്കണം. ദൈവമല്ലാത്തവയ്ക്ക് മനുഷ്യൻ അടിമപ്പെട്ടിരിക്കണം. ഈ ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതെന്ന് ലോകം അറിയരുത്. അങ്ങനെ സത്യത്തെ അറിയിക്കുന്നത് മുതലുള്ള പടികൾ ഒരു മനുഷ്യൻ കയറാതിരിക്കാൻ സകല വശത്തു നിന്നും ഇതിനെതിരെ കൊണ്ടുവരുന്ന, കഷ്ടത കൊണ്ടുവരുന്ന ദുഷ്ടസിംഹാസനം നിലവിലിരുന്നു കൊണ്ട് ഈ സത്യം വെളിപ്പെടാതിരിക്കാൻ അപമാനവും കഷ്ടതയും നഷ്ടങ്ങളും ഉണ്ടാക്കി ശത്രു പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിജീവിച്ചു വേണം ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ. കാരണം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ അതിശയിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കഷ്ടമുണ്ടാകും. കാരണം ക്രിസ്തുയേശുവാണ് വഴിയും സത്യവും ജീവനും. ക്രിസ്തുവാണ് ആ പരമസത്യം. അവനാണ് നമുക്ക് സത്യദൈവം ആരെന്ന് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും കഷ്ടതയുണ്ട്. ആ കഷ്ടത ദുഷ്ടസിംഹാസനം നിർമ്മിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഇതറിയുന്ന നീതിയുടെ സിംഹാസനം, സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ സിംഹാസനം അവിടെ നിന്ന് ആശ്വാസവും അയക്കുന്നു. ഓർക്കണം, എത്ര ഭയങ്കരമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നും അറിയുന്നില്ല. ഭൂമിയിൽ ദൈവവുമായിട്ട് നിയമം ചെയ്യുന്ന മനുഷ്യൻ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ പുതിയ ജീവിതം ആരംഭിക്കാൻ തുടങ്ങുന്നു. ദുഷ്ടസിംഹാസനം കഷ്ടത നിർമ്മിച്ചയക്കുന്നു. നീതിയുടെ സിംഹാസനം, സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഈ കഷ്ടതയിൽ നിന്നെല്ലാം ആശ്വാസത്തിൽ പ്രാപിപ്പാൻ ആശ്വാസം അയച്ചുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ കഷ്ടപ്പെടുന്നവൻ സഹിഷ്ണുത പഠിക്കുന്നു. സഹിഷ്ണുതയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവം പഠിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പ്രത്യാശയാൽ നിറയുന്നു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുയേശു എന്ന തലയോളം അവൻ വളരുന്നു. ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമായവൻ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തുയേശു എന്ന തലയോളം വളർന്നവൻ്റെ മുൻപാകെ ന്യായവിധിക്കായി വരുന്നു. വന്ന് കുമ്പിട്ട് നിൽക്കും ദൈവസഭയുടെ മുൻപാകെ. ദൈവസഭയുടെ മുൻപാകെ കുമ്പിട്ട് നിൽക്കും. നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?
ഈ ദുഷ്ടസിംഹാസനത്തിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കും ദൈവം. അവൻ ആരെയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അവരുടെ മുമ്പിൽ കൊണ്ടുവരും. അന്ന് കഷ്ടതയാൽ, സഹിഷ്ണുതയാൽ, സിദ്ധതയാൽ, പ്രത്യാശയാൽ ക്രിസ്തുവേശു എന്ന വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവേശുവിനോട് വളർന്നവർ ന്യായവിധിയുടെ സിംഹാസനത്തിലിരുന്ന് അവരെ കഷ്ടപ്പെടുത്തിയവനെ ന്യായം വിധിക്കുന്ന ദിവസം ദൈവം നിശ്ചയിച്ചിരിക്കുക. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കേണ്ടതിന് അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. ഒരു ദിവസത്തെ, ഒരു പുരുഷനെ നിയമിച്ചു. ആ പുരുഷനാണ് ക്രിസ്തു. അവൻ ആ അധികാരം തൻ്റെ സഭയ്ക്ക് നൽകി. അവരാണ് ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള ദൈവസഭ. അവരാണ് ദൂതന്മാരെ വിധിക്കാൻ പോകുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ അതിനെ അതീതരായി അതിനെ ജയിച്ചുവോ എന്നുള്ളതല്ലയോ നമ്മൾ അന്വേഷിക്കേണ്ടത്? എന്നുള്ളതല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത്? അനേകർ പല തരത്തിൽ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, സഹോദരങ്ങളെ, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ഞാൻ പറഞ്ഞത് ശരി എന്ന് സമർത്ഥിച്ച് നിങ്ങളുടെ മേൽ ഞാൻ ജയം നേടിയിട്ട് എനിക്കെന്ത് നേട്ടം? നിങ്ങൾ പറയുന്നത് ശരിയെന്ന് നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത് സ്ഥാപിച്ച് നിങ്ങൾ ജയിച്ചിട്ട് എന്നെ ജയിച്ചിട്ട് നിങ്ങൾക്കെന്ത് നേട്ടം? നമുക്ക് ഒരുമിച്ച് തന്നെ ജയിക്കേണ്ട ഒരുവനുണ്ട്. ഈ പരമസത്യം അറിയുവാൻ സമ്മതിക്കാതെ വണ്ണം അതിനെക്കുറിച്ച് അറിഞ്ഞ് മിന്നൽ പോലെ ആകാശത്തുനിന്ന് കർത്താവിൻ്റെ സമയത്ത് വീണവൻ, മിന്നൽ പോലെ വീണവൻ, കഷ്ടത നിർമ്മിക്കുന്നവൻ, ഭോഷ്ക് പറയുന്നവൻ്റെ അപ്പൻ, സത്യമശേഷം ഇല്ലാത്തവൻ, ഇരുട്ടും സാഹസവും അനീതിയും അടിസ്ഥാനമായിരിക്കുന്നവൻ, അവനെ അല്ലയോ നാം ജയിക്കേണ്ടത്? നാം ജയിക്കേണ്ടത് അവനെ അല്ലയോ? സംശയമില്ല, നാം ജയിക്കേണ്ടത് അവനെ തന്നെ. അങ്ങനെയെങ്കിൽ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി സത്യമറിയുവാൻ മനസ്സ് വച്ചാൽ, സത്യത്തെ കേൾക്കാൻ മനസ്സ് വച്ചാൽ, സത്യത്തെ സ്നേഹിച്ചു കൊള്ളുവാൻ മനസ്സ് വച്ചാൽ, സത്യമായിരിക്കുന്നവൻ, സാക്ഷാൽ സത്യമായിരിക്കുന്നവൻ സുവിശേഷവുമായി നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ആ സുവിശേഷത്തിലെ പരമസത്യം അതൊന്ന് മനസ്സിലാക്കാൻ, അതൊന്ന് ഗ്രഹിക്കാൻ കൃപ തരുന്നുവെങ്കിൽ, അവൻ സമ്മതിക്കുന്നുവെങ്കിൽ അത് സാധിക്കും. 1 കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നാണ്. വീര്യപ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്, ദൈവം ഒരുവനാണ്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവനാണ്. വീര്യപ്രവൃത്തികൾ ചെയ്യുന്നതും കൃപാവരങ്ങൾ നൽകുന്നതും ദൈവവും ദൈവത്തിൻ്റെ ആത്മാവുമാണ്. എന്നാൽ ശുശ്രൂഷ നൽകുന്നത് അത് പുത്രനാണ്, ക്രിസ്തു യേശുവാണ്. ഈ ലോകത്തിൽ വന്ന നമ്മുടെ സഹോദരനാണ്. ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി
നമ്മുടെ പാപം ഏറ്റെടുത്ത് പാപപരിഹാര യാഗമായി തീർന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ നമ്മുടെ സഹോദരനാണ്, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ. അവനാണ് പിതാവിൻ്റെ നാമം എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ആ വെളിപ്പെടുത്തിയതിൽ കൂടിയാണ് പിതാവിന് അവനോടുള്ള സഹോദരനോടുള്ള സ്നേഹം എന്നിലേക്ക് വന്നത്. അത് വെളിപ്പെട്ടതോടുകൂടിയാണ് എൻ്റെ സഹോദരൻ എൻ്റെ ഉള്ളിൽ വന്നത്. എന്നെ സഹോദരൻ എന്ന് വിളിക്കാൻ അന്നു മുതൽ അവൻ ലജ്ജിച്ചിട്ടില്ല. കാരണം പിതാവിൻ്റെ നാമത്തെ എനിക്ക് വെളിപ്പെടുത്തി തന്നവൻ അവനാകും. അവൻ്റെ ഒറ്റ ലക്ഷ്യമായിരുന്നു അത്. എന്നെ സഹോദര എന്ന് വിളിക്കണം എന്നതായിരുന്നു അവൻ്റെ താല്പര്യം. എന്നെ സഹോദരനാക്കി തീർക്കണം എന്നുള്ളതായിരുന്നു അവൻ്റെ താല്പര്യം. അവനാണ് ശുശ്രൂഷ തരുന്നത്. ശുശ്രൂഷയിൽ കൂടി മാത്രം, കൃപാവരങ്ങൾ കൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്രയേറെ കൃപാവരങ്ങൾ തന്നാലും മനുഷ്യൻ ജീവിക്കുമോ? സാധിക്കുമോ? സാധിക്കില്ല. ആയുഷ്കാലം മുഴുവനും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അടയാളങ്ങളും കൊണ്ട് നടന്നാലും ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക്, പുതുജീവിതത്തിലേക്ക്, വീണ്ടും ജനനത്തിലേക്ക് നയിക്കാൻ സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ ശുശ്രൂഷ വേണം. ശുശ്രൂഷ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സത്യമറിയിക്കാൻ സാധിക്കൂ. സത്യം അറിഞ്ഞ് സ്വീകരിച്ച് അനുസരിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കാൻ സാധിക്കൂ. അതാണ് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഞങ്ങൾ ഹൃദയങ്ങളിൽ എഴുതിയ ക്രിസ്തുവിൻ്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമാവുന്നു നിങ്ങൾ. ശുശ്രൂഷയാലാണ് ദൈവരാജ്യത്തിൽ ആത്മാക്കൾ വീണ്ടും ജനിക്കുന്നത്. അത് തരുന്നവൻ യേശു എന്ന ദൈവപുത്രനാകുന്നു, നമ്മുടെ സഹോദരനാകുന്നു. ദൈവവും ദൈവത്തിൻ്റെ ആത്മാവും വീര്യപ്രവൃത്തികളും കൃപാവരങ്ങളും നൽകുമ്പോൾ ദൈവപുത്രനായ യേശു ശുശ്രൂഷ തരുന്നു. ആ ശുശ്രൂഷയിൽ കൂടിയാണ് സത്യത്തിൻ്റെ പടികൾ ഓരോന്ന് കയറി അവസാനം വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു എന്ന തലയോളം ഒരാൾ വളരുന്നതും സാത്താനെ കാൽക്കീഴാക്കുന്നു. അവിടെയാണ് നമ്മൾ വചനത്തിൽ പഠിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ, ശുശ്രൂഷ ലഭിക്കണമെങ്കിൽ കരുണ ലഭിക്കണം. കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച്, ഉപായം പ്രയോഗിക്കാതെ, ദൈവവചനത്തിൽ കൂട്ടിയേർക്കാതെ സത്യം വെളിപ്പെടുത്തുന്നു. ഇത്രയും കാര്യങ്ങളിൽ കൂടി മാത്രമേ സത്യം വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ലോകം മുഴുവനും മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിക്കാം, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാം. സത്യം അറിയിക്കാൻ പറ്റില്ല. എത്രയോ കർത്താവിൻ്റെ ദാസന്മാരെ നാം അറിയുന്നു. അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള വീര്യപ്രവൃത്തികളുടെ എണ്ണം നോക്കിയാൽ, അതിൻ്റെ വൈവിധ്യം നോക്കിയാൽ നമ്മൾ നമിച്ചു പോകും. അയ്യോ, എന്താ
ഒരു കർത്താവിൻ്റെ ദാസൻ നമുക്ക് ഒരു പട്ടണത്തിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവമാണ്. അവിടെ വന്ന് വലിയൊരു രോഗശാന്തി ശുശ്രൂഷ നടന്നു. ലക്ഷക്കണക്കിന് ജനം കൂടി വന്നു. അവിടെ ഒരു അത്ഭുത പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് ഒടുവിൽ പിരിഞ്ഞു പോയപ്പോൾ ലോറിക്കണക്കിന് സ്ട്രെച്ചറും ഊന്നുവടികളും എടുത്തുകൊണ്ട് നടക്കുന്ന ഉപകരണങ്ങളുമൊക്കെ വീൽ ചെയറുകളും ഒക്കെ ആയിരുന്നെന്നാണ് പറയും. കാരണം വടി കുത്തിപ്പിടിച്ച് വന്നവൻ നേരെയായി, പിന്നെ അവൻ വടിയുടെ ആവശ്യമില്ല, അവിടെ ഇട്ടു. സ്ട്രെച്ചറിൽ വന്നവൻ കുതിച്ചെഴുന്നേറ്റു, സ്ട്രെച്ചർ ഉപേക്ഷിച്ചു. ഇങ്ങനെ ലോറിക്കണക്കിന് ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ അവിടെ വന്നു. അത് വലിയൊരു അത്ഭുതകരമായി സമ്മതിച്ചു. പലരും പിന്നെ ആ കർത്താവിൻ്റെ ദാസനെ അന്വേഷിച്ച് പോവുക. എങ്ങനെ ആ കർത്താവിൻ്റെ ദാസനെ കണ്ടെത്തും? ആ കർത്താവിൻ്റെ ദാസനെ എങ്ങനെ ഒന്ന് പരിചയപ്പെടും? അദ്ദേഹത്തിൻ്റെ സഭ ഏതാ? എങ്ങനെ അദ്ദേഹവുമായിട്ട് ഇനിയുള്ള ജീവിതം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണം? എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? ഓർക്കണം, 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒരാൾ, ആത്മാവ് ഒന്നാണ്. വീര്യപ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്, ദൈവം ഒരുവനാണ്. എന്നാൽ അതുകൊണ്ടൊന്നുമല്ല ഒരു ശിശു ജനിക്കുന്നത്, അത് സത്യമറിയുന്നതിൽ കൂടിയാണ്. ആ സത്യമറിയുന്നത് ശുശ്രൂഷയിൽ കൂടിയാണ്. ആ ശുശ്രൂഷ കൊടുക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തു യേശുവിൽ കൂടിയാണ്. ക്രിസ്തു യേശു ശുശ്രൂഷ നൽകുന്നു. ആ ശുശ്രൂഷയിൽ കൂടി വ്യവസ്ഥകളാണ് പറയുന്നത്. കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ സത്യം വെളിപ്പെടുത്തുന്നു. തടുക്കാൻ പറ്റില്ല. ദുഷ്ടസിംഹാസനം നോക്കി നിൽക്കുകയല്ലാതെ, ദുഷ്ടസിംഹാസനം അവിടെ നിന്ന് പല്ല് കടിക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ലോകത്തെ ജയിച്ചവനാണ്, സാത്താനെ കാൽ ആക്കുന്നവനാണ് താൻ ശുശ്രൂഷ കൊടുത്തിരിക്കുന്നത്. അവനാണ് കരുണ കൊടുത്ത കരുണയോടുകൂടി ഈ ശുശ്രൂഷ തൻ്റെ ഭക്തനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഭക്തനാണ് ഇന്ന് ഈ വ്യവസ്ഥയിൽ സത്യം സുവിശേഷിക്കുന്നത്. ശത്രുവിനെ തടുക്കാൻ സാധിക്കില്ല. ഈ സത്യം സ്വീകരിക്കുന്നു. ഇങ്ങനെ സത്യം അറിയുമ്പോഴാണ് വചനം പറയുന്നത്, ഈ സത്യം ഹൃദയത്തിൽ പ്രവേശിപ്പാൻ ലൂദിയായുടെ ഹൃദയത്തെ തുറന്ന യേശു, അതായത് ശുശ്രൂഷ തന്നവൻ, ഈ ശുശ്രൂഷ കൊടുത്തവൻ, കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ലഭിക്കുന്നവൻ, അവൻ പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം പറയുന്നത്, യേശു അവൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. ഇത് പറയുന്നത് ഞാൻ തന്നെയാണെന്ന്, എനിക്ക് പകരം ആണ് ഇത് പറയുന്നതെന്ന് സാക്ഷി നിന്നു അപ്പോസ്തലന്മാർ പറഞ്ഞപ്പോൾ ലൂദിയ കേട്ടോണ്ട് നിൽക്കുക. ഒരാളുടെ ഉള്ളിൽ സത്യം കയറാൻ ഉള്ള പ്രയാസങ്ങളായി പറയുന്നു, സത്യം അറിയിക്കാനുള്ള പ്രയാസങ്ങളായി പറയുന്നു. എവിടെയും സത്യം എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതൊന്നും എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ശുശ്രൂഷ കൊടുത്തവൻ, ശുശ്രൂഷ പ്രാപിച്ചവനിൽ കൂടി കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു
പ്രസംഗിച്ചു. ലൂദിയ കേട്ടു. സാക്ഷി നിന്നവൻ ഹൃദയത്തെ തുറന്നു. സത്യം ഉള്ളിൽ പ്രവേശിച്ചു. സത്യമുള്ളിൽ പ്രവേശിച്ചു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവൻ സ്വതന്ത്രമായി. എന്തൊക്കെയാ അവൻ സ്വതന്ത്രമാകാനുള്ള കാരണം? ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. അവൻ സത്യദൈവം ആരെന്ന് അറിയിച്ചു. ഈ ലോകത്തിൻ്റെ പ്രവൃത്തി വഞ്ചനയെന്ന് അവൻ അറിയിച്ചു. സകല മനുഷ്യരും പാപികളെന്ന് അവൻ അറിയിച്ചു. മരണത്താൽ പാതാളത്തിലേക്കുള്ള യാത്രയാണ് താൻ ജീവിക്കുന്നതെന്ന് അവൻ അറിഞ്ഞു. മതി, സ്വതന്ത്രമായി. ദൈവമേ, ഈ മഹാസത്യം ഇത്രയും കാലം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ മഹാസത്യം. സ്വതന്ത്രമായി. അടുത്തത്, സത്യത്തെ സ്നേഹിച്ചു കൈക്കൊണ്ടു. സ്നേഹിച്ച് കൈക്കൊള്ളുന്നവരുണ്ട്, സത്യം അറിഞ്ഞ് സ്വീകരിക്കുന്നവരുണ്ട്. സ്നേഹിച്ച് കൈക്കൊള്ളുന്നവൻ എല്ലാ കോളിളക്കങ്ങളെയും അതിജീവിച്ച് ആ മഹാപദവിയിലെത്തും. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആ മഹാപദവിയിൽ അവനെത്തും. അടുത്ത ഘട്ടം, സത്യത്തെ അനുസരിച്ചു. സത്യമറിഞ്ഞ് സ്വതന്ത്രനായവൻ, സത്യമറിഞ്ഞ് കെട്ടുകളൊക്കെ അഴിഞ്ഞവൻ അനുസരിച്ചു. സത്യം അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ആത്മാക്കളെ സത്യം അനുസരിക്കിയാൽ നിർവ്യാജമായ സഹോദരപ്രീതിക്കായിട്ട് നിർമ്മലീകരിച്ചിരിക്കുന്നു. കപടമില്ലാത്ത സ്നേഹം, സഹോദര സ്നേഹം ഈ സമയത്ത് ആരംഭിക്കുന്നതാണ്. എന്ന് സത്യമനുസരിക്കുമ്പോൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൽ കൂടിയും നിർവ്യാജമായ സഹോദരപ്രീതിയിൽ കൂടിയും. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, അല്ലയോ ഗലാത്യരെ, നിങ്ങൾ നന്നായിട്ട് ഓടിയിരുന്നു സത്യം. എന്നാൽ സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? മുമ്പ് അവർ ഓടിയിരുന്നു, ഇപ്പോൾ ഓടുന്നില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ഓടുന്നത് എങ്ങനെയാണ്? സത്യം അനുസരിക്കുന്നവൻ ലോകത്തെ വിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക്, സിയോനിലേക്ക് ഓടുകയാണ്. ലോകത്തെ വിട്ട് അവൻ ഓടുകയാണ്. ഇങ്ങനെയാണ് നാം ഈ ലോകത്തെ വിട്ടതും ഈ ഓട്ടം ഓടുന്നതും ആ പരമലക്ഷ്യത്തിലേക്ക് നിങ്ങളെ വെട്ടിയെടുത്ത തീക്കൽപ്പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുകയും എത്രയോ പേര് എന്നേക്കാൾ ശ്രേഷ്ഠന്മാരും യോഗ്യതയുള്ളവരും ദൈവഭയമുള്ളവരും എത്രയോ പേര് ഉള്ള ഒരു കൂട്ടത്തിൽ നിന്നാണ് അടർത്തിയെടുക്കും പോലെ, ചാക്കിൽ അരിമണി കൂട്ടിയിരിക്കുമ്പോൾ അതിലൊരു അരി മാത്രം അതിൽ നിന്ന് എടുക്കുന്നത് പോലെ എടുത്ത് കൊണ്ടുവന്ന് സത്യം കേൾപ്പിച്ച്, ഹൃദയത്തിൽ സത്യം പ്രവേശിപ്പിച്ച്, സത്യം അനുസരിപ്പിച്ച്, നിർവ്യാജമായ സഹോദരപ്രീതിക്കായിട്ട് പ്രാണനെ നിർമ്മലീകരിച്ച് ദൈവത്തിൻ്റെ സഭയോട് ചേർത്ത് ലോകത്തെ വിട്ട് ഓടുവാൻ അവൻ ചെയ്ത പ്രവൃത്തി എത്ര വലുത്! ഓർക്കുക സഹോദരങ്ങളെ, ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വലിയ ബന്ധമെന്ത്? ഇതാണല്ലോ തുടങ്ങിയത്. എനിക്ക് ഏറ്റവും വലിയ ബന്ധു ആര്?
എൻ്റെ ഏറ്റവും വലിയ ബന്ധു ആര്? എന്നെ പ്രസവിച്ച്, ഗർഭം ധരിച്ച് പ്രസവിച്ച്, വേദനയോടെ പ്രസവിച്ച് വളർത്തിയ എൻ്റെ ഒരു മാതാവ്, എന്നെ വളർത്തിയ, ശിക്ഷിച്ച് വളർത്തിയ അപ്പൻ, എന്നെ സ്നേഹിച്ച് നടത്തിയ സഹോദരങ്ങൾ, എനിക്ക് വേണ്ടി കരുതിയ ബന്ധുക്കൾ, എത്രയോ സ്നേഹിതന്മാർ. എന്നാൽ എനിക്കിന്ന് ഏറ്റവും വലിയ ബന്ധു ആര്? എനിക്ക് ഏറ്റവും വലിയ ബന്ധു ആര്? എന്നെ സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കാത്ത ഒരുവൻ. എന്നെ സഹോദരൻ എന്ന് വിളിക്കാൻ അവൻ ചെയ്ത പ്രവൃത്തി എത്ര വലുത്! സഹോദര എന്ന് വിളിക്കാൻ അവൻ എനിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി എത്ര വലുത്! ദൈവനാമത്തെ എനിക്ക് വെളിപ്പെടുത്തി എന്നെ ശുദ്ധീകരിച്ച് എന്നെ സഹോദര എന്ന് വിളിക്കാൻ, എന്നെ സഹോദരനാക്കി തീർക്കുവാൻ എൻ്റെ ഉടയവൻ ചെയ്ത പ്രവൃത്തി, എൻ്റെ സഹോദരൻ ചെയ്ത പ്രവൃത്തി, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ചെയ്ത പ്രവൃത്തി ഞാനെങ്ങനെ വർണ്ണിക്കും? ആ സത്യത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചവൻ, ആ സത്യത്തെ എനിക്ക് വെളിപ്പെടുത്തിയവൻ, ആ സത്യം എന്നെ കൊണ്ട് അനുസരിപ്പിച്ചവൻ, ആ സത്യത്താൽ എന്നെ ശുദ്ധീകരിച്ചവൻ, ആ സത്യം അനുസരിച്ച് ഈ ലോകത്തിൽ നിന്ന് സ്വർഗീയ സിയോനിലേക്ക് ഓടാൻ പ്രേരിപ്പിച്ച് ഇന്നും ഓടിച്ചു കൊണ്ടിരിക്കുന്നവൻ അവനല്ലയോ? വായിച്ച സങ്കീർത്തനം ഏത്? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവൻ ചെയ്ത പ്രവൃത്തിയാണ്. എന്നെ സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കാത്തവൻ, ശവക്കുഴി കാണാതെ, പാതാളത്തിലേക്ക് പോകാതെ എന്നെ വീണ്ടെടുക്കാൻ, എൻ്റെ പ്രാണനെ വീണ്ടെടുക്കാൻ അവൻ ചെയ്ത പ്രവൃത്തി ആർക്കും സാധിക്കില്ല. എന്നെ പെറ്റ തള്ളയ്ക്ക് സാധിക്കില്ല, എൻ്റെ അപ്പനും മറ്റു സഹോദരങ്ങൾക്കും എന്നെ സാധിക്കില്ല. ലോകത്ത് ആർക്കും സാധിക്കില്ല. കാരണം അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അവനാണ് പറഞ്ഞത്. എൻ്റെ സഹോദരൻ ശവക്കുഴി കാണാതിരിപ്പാൻ, ഞാൻ ശവക്കുഴി കാണാതിരിപ്പാൻ, എൻ്റെ സഹോദരൻ ഒരു നാളും സാധിക്കാത്ത വിലയേറിയ വീണ്ടെടുപ്പ് മുഴുവൻ ലോകവും കൊടുത്താലും തീരാത്ത ദൈവകോപം എന്നിൽ നിന്ന് നീക്കുവാൻ അവൻ്റെ രക്തം മറുവിലയായി കൊടുത്ത് വീണ്ടെടുത്ത് എന്നെ സഹോദരനാക്കിയവൻ. സകല ഭക്തന്മാരുമായുള്ളവരെ കൂടി വരുവീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തതെന്ന് ഞാൻ വിവരിക്കാം. എനിക്ക് എല്ലാ ബന്ധങ്ങളെക്കാൾ എന്തിനേക്കാൾ വലുത് എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരനായ യേശുവുമായുള്ള ബന്ധം. അവൻ എന്നെ സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ അവൻ ചെയ്തതും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി അവൻ ചെയ്യുമെന്ന് ഉറപ്പുള്ളതുമായ കാര്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ജീവിതം അവന് വേണ്ടി, അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിവുണ്ടായിട്ടല്ല, അവൻ സമ്മതിച്ചത് ചെയ്താൽ എൻ്റെ ജീവിതം ധന്യമെന്നല്ലാതെ ഞാൻ മറ്റെന്ത് പറയണ്ടു? ഞാൻ എന്തു പറയണ്ടു? ഓ ഹല്ലേലൂയ!
കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, എല്ലാ നാളും മാറിയിടാത്ത യേശു നായകൻ. എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, എല്ലാ നാളും മാറിയിടാത്ത യേശു നായകൻ. എന്നുമെന്നും തൻ്റെ നാമം വാഴ്ത്തിപ്പാടിടാം, എൻ്റെ അന്തരംഗവുമേ സ്തുതിച്ചിടുക. എന്നുമെന്നും തൻ്റെ നാമം വാഴ്ത്തിപ്പാടിടാം, എൻ്റെ അന്തരംഗവുമേ സ്തുതിച്ചിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക, എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക, എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. നന്ദിയോടെ അവൻ്റെ നാമം വാഴ്ത്തിയിടുക, അനുദിനവും അവനെ പാടി സ്തുതിച്ചിടുക. നന്ദിയോടെ അവൻ്റെ നാമം വാഴ്ത്തിയിടുക, അനുദിനവും അവനെ പാടി സ്തുതിച്ചിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക, എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക, എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. നന്ദിയോടെ അവൻ്റെ നാമം വാഴ്ത്തിയിടുക, അനുദിനവും അവനെ പാടി സ്തുതിച്ചിടുക. നന്ദിയോടെ അവൻ്റെ നാമം വാഴ്ത്തിയിടുക, അനുദിനവും അവനെ പാടി സ്തുതിച്ചിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക, എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക, എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക.